മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. മണിപ്പൂരിൽ ഒരു വർഷമായി തുടരുന്ന രാഷ്ട്രപതി ഭരണം അവസാനിച്ചു. രാഷ്ട്രപതി ഭരണം പിൻവലിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. ബി.ജെ.പി. നേതാവ് യുംനം ഖേംചന്ദ് സിംഗ് ഇന്ന് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കും. വിശദാംശങ്ങളുമായി ബനീഷ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ബനീഷ, പ്രതീക്ഷയുടെ ദിനങ്ങളാണോ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? ആനന്ദ് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രപതി ഭരണം പിൻവലിച്ചിരിക്കുകയാണ് മണിപ്പൂരിൽ. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു വർഷത്തോളമാണ് മണിപ്പൂരിൽ ഇത്തരത്തിൽ രാഷ്ട്രപതി ഭരണം നിലനിന്നത്. ഇതോടെ ഈ രാഷ്ട്രപതി ഭരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മേത്തി വിഭാഗത്തിന്, അതായത് മണിപ്പൂരിലെ ഭൂരിപക്ഷ വിഭാഗമായ മേത്തി വിഭാഗത്തിന് പട്ടികവർഗ പദവി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ മണിപ്പൂരിൽ വലിയ തോതിലുള്ള ഒരു വംശീയ കലാപം ഉടലെടുത്തത്. മേത്തി, കുക്കി വിഭാഗങ്ങൾ തമ്മിൽ 2 വർഷത്തോളമാണ് പരസ്പരം ഏറ്റുമുട്ടിയത്. 600ഓളം പേർ കൊല്ലപ്പെടുന്ന സാഹചര്യവും 60,000-ത്തിലധികം പേരുമാണ് ഈ സംസ്ഥാനത്ത് നിന്ന് പലയിടങ്ങളിലേക്ക് ഇത്തരത്തിൽ പലായനം ചെയ്തത്. ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിലാണ് അവിടെ ഭരണത്തിലുണ്ടായിരുന്ന ബി.ജെ.പി. സർക്കാരിന്റെ ബിരേൻ സിംഗ് മുഖ്യമന്ത്രി രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 2026 ഫെബ്രുവരി 13-നാണ് തുടർന്ന് രാഷ്ട്രപതി ഭരണം സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയത്. ഈ ഒരു രാഷ്ട്രപതി ഭരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഇത്തരത്തിൽ ഒരു രാഷ്ട്രപതി ഭരണം പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്നത്. മണിപ്പൂരിൽ ബി.ജെ.പി. നേതാവ് ഉടൻ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയായി അധികാരത്തിലേൽക്കും. 2017-ലും 2022-ലും ബി.ജെ.പി. എം.എൽ.എ. ആയിരുന്ന മുതിർന്ന ബി.ജെ.പി. നേതാവായ യുനം ഖേംചന്ദ് ശരി ബനീഷ, വ്യക്തമാണ്. ബി.ജെ.പി. നേതാവ് യുംനം ഖേംചന്ദ് സിംഗ് മുഖ്യമന്ത്രിയായി മണിപ്പൂരിൽ ചുമതലയേൽക്കുന്നു. മണിപ്പൂരിലെ മനുഷ്യരും സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും തിരികെ വരട്ടെ.